നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇടതുമുന്നണിയിൽ ചർച്ച ചെയ്യാതെ വി.എസ്. അച്യുതാനന്ദന്റെ പഴയ നിയമസഭാ മണ്ഡലത്തിൽ ബ്രൂവറി അനുവദിക്കാനുള്ള നീക്കത്തിൽ CPI പൊട്ടിത്തെറി. അനുമതി ബിൽ പിൻവലിച്ചില്ലെങ്കിൽ ഹൈക്കോടതിയിൽ സമീപിക്കാനുള്ള ഒരുക്കത്തിലാണ് CPIയിലെ ഒരു വിഭാഗം നേതാക്കൾ. ഇമേജിന്റെ തടവറയിൽ കഴിയുന്ന ബിനോയ് വിശ്വത്തിനെ വിമതപക്ഷത്തിനൊപ്പം നിൽക്കുക എന്നല്ലാതെ മറ്റൊരു മാർഗവുമില്ല. അതിനിടെ മുഖ്യമന്ത്രിയാവാൻ നീക്കം നടത്തുന്ന രമേശ് ചെന്നിത്തലയ്ക്കും സർക്കാരിനെതിരെ കോടതിയെ ഗവർണറെയും സമീപിക്കാൻ ഒരുങ്ങുകയാണ്. CPI സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുമായി കൂടിയാലോചന നടന്നിട്ടില്ല എന്നതാണ് രസകരമായ സംഗതി. അത്തരമൊരു കൂടിയാലോചന നടന്ന ഒരുപക്ഷെ MV ഗോവിന്ദൻ ഇതിന് അനുമതി നൽകുമായിരുന്നില്ല. 2018 ഒന്നാം പിണറായി സർക്കാരിനെ അഴിമതി ആരോപണത്തിന്റെ മുൾമുനയിൽ നിർത്തിയ ബ്രൂവറി വിവാദത്തിന്റെ തുടർച്ചയാണ് പാലക്കാട്ടെ കഞ്ചിക്കോട് മദ്യനിർമ്മാണ യൂണിറ്റിന് അനുമതി നൽകിയ മന്ത്രിസഭാ തീരുമാനത്തോടെ ഉയർന്നു വന്നിരിക്കുന്നത്. രാജ്യത്തെ പ്രമുഖ മദ്യനിർമ്മാണ കമ്പനികളിൽ ഒന്നായ ഒയാസിസിനെ ബ്രൂവറി അടക്കം അനുവദിക്കാനുള്ള തീരുമാനത്തിനെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത്. LDF-ൽ ചർച്ച ചെയ്യാതെ നടപടി സ്വീകരിച്ചതിൽ ഘടകകക്ഷികൾക്കും അതൃപ്തിയുണ്ട്. എന്നാൽ 2018 മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്യാതിരുന്ന അനുമതി നൽകിയതെങ്കിൽ ഇക്കുറി മദ്യനയത്തിനനുസരിച്ച് മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്താണ് മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകിയിരിക്കുന്നതെന്നാണ് സർക്കാർ ചൂണ്ടിക്കാട്ടുന്നത്. ഇടതു മന്ത്രിസഭ എന്ത് തീരുമാനം എടുക്കണമെങ്കിലും മുന്നണിയിൽ ചർച്ച ചെയ്യണമെന്നാണ് ചട്ടം. അപ്രകാരം ഒരു ചർച്ച നടന്നിട്ടില്ല. മന്ത്രിസഭയിൽ ഇക്കാര്യം ചർച്ചയ്ക്ക് വന്നപ്പോൾ മന്ത്രി K. രാജൻ ഉൾപ്പെടെയുള്ളവർ ഈ നീക്കത്തെ എതിർത്തതാണ്. പാലക്കാട് ജില്ലയിലെ കഞ്ചിക്കോട് എഥനോൾ പ്ലാന്റ്, മൾട്ടി ഫീഡ് ഡിസ്റ്റിലൈസേഷൻ യൂണിറ്റ്, ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യ ബോട്ട്ലിംഗ് യൂണിറ്റ്, ബ്രൂവറി, മാൾട്ട് സ്പിരിറ്റ് പ്ലാന്റ്, ബ്രാൻഡി വൈനറി പ്ലാന്റ് എന്നിവ ആരംഭിക്കുന്നതിനാണ് ഒയാസിസ് കൊമേഴ്ഷ്യൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന് പ്രാരംഭ അനുമതി നൽകിയിരിക്കുന്നത്. ഒരു കമ്പനിയെ മാത്രം എങ്ങനെ തിരഞ്ഞെടുത്തു എന്നും മാനദണ്ഡങ്ങൾ എന്താണെന്ന് സർക്കാർ പറയണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. പ്രതിപക്ഷത്തിന്റെ ആവശ്യം CPI ഏറ്റെടുത്തു എന്നതാണ് ഇക്കുറിയുണ്ടായ ഏറ്റവും വലിയ നേട്ടം. സംസ്ഥാനത്ത് കൂടുതൽ മദ്യനിർമ്മാണശാലകൾ അനുവദിക്കേണ്ടതില്ലെന്ന് 1999 നായനാർ മന്ത്രിസഭ തീരുമാനമെടുത്തതിനു ശേഷം കഴിഞ്ഞ 26 വർഷമായി ഈ നിലപാട് തന്നെയാണ് തുടർന്നു പോന്നിരുന്നത്. എന്നാൽ 2018 ഇത് മറികടന്ന് മന്ത്രിസഭയിൽ ചർച്ച ചെയ്യാതെ ഒരു ബ്രൂവറിയും 2 ബ്ലെൻഡിംഗ് യൂണിറ്റുകളും ആരംഭിക്കാൻ സർക്കാർ അനുമതി നൽകിയത് വിവാദത്തിനിടയാക്കി. അഴിമതി ആരോപണം ഉയർന്നതിനെ തുടർന്ന് കരാർ റദ്ദാക്കുന്നതിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിക്കുകയായിരുന്നു. പ്രളയകാലത്ത് അനാവശ്യ വിവാദം ഒഴിവാക്കാനാണ് കരാർ റദ്ദാക്കിയതെന്ന വിചിത്രവാദമാണ് അന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്. മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്യാതെ തീരുമാനമെടുത്തതിൽ CPI മന്ത്രിമാരും എതിർപ്പ് രേഖപ്പെടുത്തിയിരുന്നു. ഇക്കുറി ഇത് മുന്നണിയായി മാറിയെന്ന് മാത്രം. തന്റെ മണ്ഡലത്തിൽ ബ്രൂവറി സ്ഥാപിക്കാനുള്ള തീരുമാനത്തിനെതിരെ കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങളോട് V.S. അച്യുതാനന്ദനും അന്ന് പ്രതിഷേധം അറിയിച്ചിരുന്നു. ഇന്നത്തെ LDF കൺവീനർ TP രാമകൃഷ്ണനായിരുന്നു അന്ന് എക്സൈസ് മന്ത്രി. അതേസമയം പുതിയ യൂണിറ്റുകൾ അനുവദിക്കുന്നതിൽ നിന്ന് പിന്നോട്ട് പോകില്ലെന്ന് അന്ന് തന്നെ സർക്കാർ വ്യക്തമാക്കിയതാണ്. ഡിസ്റ്റിലറികൾ ബ്രൂവറികൾക്കും അനുമതി നൽകാനുള്ള തീരുമാനം വിവാദമായതിന് പിന്നിൽ ചില ഉദ്യോഗസ്ഥർക്കും പങ്കുണ്ടെന്ന കണ്ടെത്തലിനെ തുടർന്ന് എക്സൈസിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ കൂട്ടത്തോടെ സ്ഥലം മാറ്റുകയും ചെയ്തിരുന്നു. ബ്രൂവറി ഡിസ്റ്റിലറി ഇടപാടുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ, എക്സൈസ് മന്ത്രി TP രാമകൃഷ്ണൻ എന്നിവർക്കെതിരെ അഴിമതി നിരോധന നിയമത്തിലെ 2018 ഭേദഗതി സെക്ഷൻ 17A(1) പ്രകാരം അന്വേഷണത്തിന് അനുമതി നൽകണമെന്നും ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല കത്ത് നൽകിയെങ്കിലും ഗവർണറായിരുന്ന P. സദാശിവം അത് തള്ളിക്കളയുകയായിരുന്നു. എന്നാൽ ഇതെല്ലാം കണ്ട് അന്നത്തെ സർക്കാർ ഭയന്നു. പാലക്കാട് ജില്ലയിലെ കഞ്ചിക്കോട് ബ്രൂവറി അനുവദിക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. സംസ്ഥാനത്ത് തന്നെ സ്പിരിറ്റ് നിർമ്മിക്കാനുള്ള സാധ്യത തേടുമെന്ന് അബ്കാരി നയത്തിൽ സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. ഇതിന്റെ ചുവട് പിടിച്ചുകൂടിയാണ് ഇപ്പോഴത്തെ തീരുമാനം. സ്പിരിറ്റ് ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ ലക്ഷ്യമിട്ടാണ് ഈ രംഗത്തെ അധികായർ കൂടിയായ കമ്പനിക്കുള്ള അനുമതി. ഒയാസിസ് എന്ന കമ്പനിയെ എങ്ങനെ കണ്ടെത്തിയെന്ന ചോദ്യത്തിന് ഇതുവരെ സർക്കാർ മറുപടി പറഞ്ഞിട്ടില്ല. മദ്യം നിർമ്മിക്കാനുള്ള സ്പിരിറ്റ് ഇപ്പോൾ പുറത്തു നിന്നാണ് വരുന്നത്. ഇത് വലിയ സാമ്പത്തിക ഭാരം സൃഷ്ടിക്കുന്നുണ്ടെന്ന് മദ്യനിർമ്മാണ കമ്പനികൾ തന്നെ സർക്കാരിനോട് പരാതിപ്പെട്ടിരുന്നു. നിയമസഭയുടെ ബജറ്റ് സമ്മേളനം തുടങ്ങിയതിന് തൊട്ടു മുമ്പാണ് മന്ത്രിസഭാ യോഗം തീരുമാനം പുറത്തു വന്നത്. പ്രശ്നത്തിൽ വീണ്ടും പ്രതിപക്ഷം എതിർപ്പുമായി രംഗത്തിറങ്ങാനാണ് സാധ്യത. നടപ്പ് സാമ്പത്തിക വർഷം മദ്യനയം പോലും പ്രഖ്യാപിക്കാത്ത സാഹചര്യത്തിൽ മന്ത്രിസഭാ തീരുമാനം വിവാദമാകുമെന്ന് ഉറപ്പാണ്. IT പാർക്കുകളിൽ പബ്ബുകൾക്ക് ലൈസൻസ് നൽകുന്നതിന് മുന്നോടിയായാണ് ബ്രൂവറിക്കുള്ള അനുമതി. പബ്ബുകളിൽ സാധാരണയായി വലിയ ക്യാനുകളിലാണ് ബിയർ എത്തിക്കുന്നത്. ഇത് 2 ദിവസത്തിൽ കൂടുതൽ സൂക്ഷിക്കാൻ പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട്. ഇതുകൂടി മുന്നിൽ കണ്ടാണ് സംസ്ഥാനത്തിനകത്തു നിന്ന് ഉൽപാദനം ആരംഭിക്കാനുള്ള നീക്കങ്ങൾ തുടങ്ങിയത്. ബ്രൂവറിക്ക് പുറമെ എഥനോൾ പ്ലാന്റ്, മൾട്ടിഫീഡ് ഡിസ്റ്റിലൈസേഷൻ, ബ്രാൻഡി വൈനറി പ്ലാന്റ്, വിദേശ മദ്യ ബോട്ട്ലിംഗ് യൂണിറ്റ് എന്നിവ കൂടി ആരംഭിക്കുന്നതിനുള്ള അനുമതിയും സ്വകാര്യ കമ്പനിക്ക് ലഭിച്ചിട്ടുണ്ട്. ബോധവൽക്കരണത്തിലൂടെ മദ്യത്തിന്റെ ഉപഭോഗം കുറയ്ക്കുമെന്ന് അവകാശപ്പെടുമ്പോഴും സർക്കാർ വീണ്ടും സ്വീകരിക്കുന്നത് മദ്യമൊഴുക്കുന്ന മദ്യനയമാണ്. പുതിയ ബാറുകളും മദ്യവിൽപ്പനശാലകളും തുറക്കാൻ സഹായിക്കുന്ന നയമാണ് ഇത്തവണയും സർക്കാർ സ്വീകരിച്ചത്.
IT കേന്ദ്രങ്ങളിൽ അനുവദിച്ച മദ്യവിൽപ്പനശാലകൾ ഇനി വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും വ്യവസായ പാർക്കുകളിലേക്കും നീളും. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെ റെസ്റ്റോറന്റുകൾക്കും നിശ്ചിത കാലയളവിൽ ബിയറും വൈനും വിളമ്പാൻ അനുമതി വേണമെന്ന് ഏറെക്കാലമായി മദ്യവ്യവസായ മേഖലയിൽ നിന്നുള്ള ആവശ്യമാണ്. വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ലഹരി സുലഭമാകും. കള്ളിന്റെ ബ്രാൻഡിംഗും വിപണി വർധന ലക്ഷ്യമിട്ടാണ്. സ്വന്തമായി കള്ളു ചെത്താനുള്ള അവകാശമാണ് നക്ഷത്ര പദവിയുള്ള ഹോട്ടലുകൾക്ക് നൽകിയത്. മദ്യവ്യവസായികൾ ഉയർത്തിയ ആവശ്യങ്ങളെല്ലാം ഏറെക്കുറെ അനുവദിച്ചുകൊണ്ടാണ് സർക്കാരിന്റെ ഇത്തവണത്തെ നയം. പുതിയ ബാറുകളും ബിയർ വൈൻ പാർലറുകളും തുടങ്ങുന്നതിന് തടസ്സമില്ല. ഇതോടെ പുതിയ ഡിസ്റ്റിലറികൾക്കും ബിയർ വൈൻ നിർമ്മാണ യൂണിറ്റുകൾക്കും വഴി തെളിയും. ഒന്നാം പിണറായി സർക്കാരിനെ വെട്ടിലാക്കിയ ബ്രൂവറി ഡിസ്റ്റിലറി ഇടപാട് ഇനി നിയമവിധേയമായി നടത്താനുള്ള സാവകാശം സർക്കാരിന് ലഭിക്കും. കയറ്റുമതി പ്രോത്സാഹിപ്പിക്കാൻ എന്ന പേരിൽ മദ്യ ബ്രാൻഡ് രജിസ്ട്രേഷൻ നിരക്കുകൾ കുറച്ചു കൊടുക്കാനുള്ള നീക്കവും മദ്യനയത്തിലുണ്ട്. ഇത് ഡിസ്റ്റിലറികൾക്ക് നേട്ടമാകും. ക്ലാസിഫിക്കേഷൻ പദവി പുതുക്കൽ വൈകുന്നത് ബാർ ലൈസൻസിന് തടസ്സവുമല്ല. ഇതിന്റെ നേട്ടം ബാർ ഉടമകൾക്കാണ്. പൂട്ടിയ ബിവറേജസ്, കൺസ്യൂമർ ഫെഡ് മദ്യശാലകൾ തുറക്കാനുള്ള അനുമതി നേരത്തെ സർക്കാർ നൽകിയിരുന്നു. ഇനി ഇവ തുറക്കാനാകും. പാലക്കാട് ജില്ലയിലെ കഞ്ചിക്കോട് ഒയാസിസിലെ ബ്രൂവറി അനുവദിക്കാനുള്ള തീരുമാനത്തിന് പിന്നിൽ വൻ അഴിമതിയെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. ഇൻഡോർ കേന്ദ്രമായ കമ്പനിക്ക് എങ്ങനെ അനുമതി കൊടുത്തു എന്നാണ് അദ്ദേഹം ചോദിച്ചത്. ടെൻഡർ ക്ഷണിച്ചിരുന്നോ? ഒയാസിസിന് മാത്രം എങ്ങനെ അനുമതി കിട്ടി? പാരിസ്ഥിതിക പഠനം നടന്നിട്ടുണ്ടോ എന്ന് വ്യക്തമാക്കണമെന്നും രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. കഴിഞ്ഞ തവണ ബ്രൂവറി അനുവദിക്കാൻ അനുമതി കൊടുത്തപ്പോൾ ജനങ്ങൾ പ്രതിഷേധിച്ച സ്ഥലത്താണ് ഇപ്പോൾ വീണ്ടും അനുമതി കൊടുത്തത്. 2022 ബ്രൂവറി അനുവദിക്കാൻ സർക്കാർ തീരുമാനമെടുത്തിരുന്നു. പ്രതിപക്ഷം എതിർത്തപ്പോൾ പിന്നോട്ട് പോവുകയായിരുന്നു. മഴനിഴൽ പ്രദേശമായ സ്ഥലത്ത് ബ്രൂവറിയും ഡിസ്റ്റിലറിയും തുടങ്ങിയാൽ കുടിവെള്ള പ്രശ്നമുണ്ടാകും. സർക്കാർ തീരുമാനം ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്നതാണ്. പ്രകൃതിയോടും ജനങ്ങളോടുമുള്ള കടുത്ത അപരാധമാണിത്. പ്ലാച്ചിമടയിൽ സമരം നടത്തിയവരാണ് പുതിയ സ്ഥാപനത്തിന് അനുമതി കൊടുത്തിരിക്കുന്നത്. കേരളത്തെ മദ്യനയത്തിൽ മുക്കിക്കൊല്ലാനുള്ള തീരുമാനത്തിന്റെ ഭാഗമാണിതെന്നും ചെന്നിത്തല വിമർശിച്ചു. CPM-ന് പണം ഉണ്ടാക്കാനുള്ള ഇടപാടാണിത്. വിഷയം രഹസ്യമായി മന്ത്രിസഭാ യോഗത്തിലേക്ക് കൊണ്ടുവന്ന് അനുമതി കൊടുക്കുകയായിരുന്നു. നനഞ്ഞിട്ടാണോ പിണറായി വിജയൻ വിഴുപ്പ് ചുമക്കുന്നത് എന്നാണ് അറിയേണ്ടത്. ഇടതുമുന്നണിയിലെ ഘടകകക്ഷികൾ അറിഞ്ഞിട്ടാണോ ഈ അനുമതി എന്ന് അവരാണ് പറയേണ്ടത്. 2018 ടാക്സസ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ റിപ്പോർട്ട് പുറത്തുവിടണമെന്നും രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. മന്ത്രിസഭാ തീരുമാനം ദുരൂഹമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. രാജ്യത്തെ പ്രമുഖ മദ്യനിർമ്മാണ കമ്പനികളിൽ ഒന്നായ ഒയാസിസിനെ ബ്രൂവറി അടക്കം അനുവദിക്കാനുള്ള തീരുമാനം എന്തടിസ്ഥാനത്തിലാണെന്ന് സർക്കാർ വ്യക്തമാക്കണം. ഈ കമ്പനിയെ മാത്രം എങ്ങനെ തിരഞ്ഞെടുത്തുവെന്നും മാനദണ്ഡങ്ങൾ എന്താണെന്നും സർക്കാർ പൊതുസമൂഹത്തോട് പറയണം. മദ്യനിർമ്മാണത്തിന്റെ പേരുള്ള അഴിമതി പ്രതിപക്ഷം അനുവദിക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നാൽ കഞ്ചിക്കോട് രാജ്യത്തെ പ്രമുഖ മദ്യ ഉൽപാദന നിർമ്മാണ കമ്പനി ഒയാസിസിന്റെ ബ്രൂവറി ലൈസൻസ് അടക്കം അനുവദിച്ചത് ടെൻഡർ അടക്കം മാനദണ്ഡങ്ങൾ പാലിച്ചാണെന്ന് എക്സൈസ് മന്ത്രി MV രാജേഷ് പറഞ്ഞു. കേന്ദ്ര സർക്കാർ അംഗീകരിച്ച കമ്പനിക്കാണ് ടെൻഡർ നൽകിയത്. എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചാണ് അനുമതി നൽകിയത്. എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ നിർമ്മാണത്തിനായാണ് അനുമതി. ഇത് സംസ്ഥാനത്തെ മദ്യനയത്തിന്റെ ഭാഗമാണ്. പ്രദേശത്തും കൃഷിക്കും തൊഴിലവസരങ്ങൾക്കും ഇത് കാരണമാകും. എല്ലാ വശങ്ങളും പരിശോധിച്ചാണ് സർക്കാർ തീരുമാനം. 2018 പിണറായി സർക്കാർ ബ്രൂവറി അനുവദിച്ചപ്പോൾ VS അച്യുതാനന്ദൻ പ്രത്യക്ഷ സമരത്തിന് നീക്കം നടത്തിയിരുന്നു. ബ്രൂവറി ഡിസ്റ്റിലറി വിവാദത്തിൽ UDF-നും BJP-ക്കും ഒപ്പം നിൽക്കുകയായിരുന്നു ഫലത്തിൽ അച്യുതാനന്ദൻ. CPM-ന്റെ കേന്ദ്ര നേതാക്കൾക്ക് VS അച്യുതാനന്ദൻ അന്ന് കത്തെഴുതി. പ്ലാച്ചിമടയിൽ താൻ കൊക്കക്കോളയ്ക്കെതിരെ നടത്തിയ സമരത്തിന്റെ ഹാങ് ഓവറിലായിരുന്നു അന്ന് VS. അച്യുതാനന്ദൻ ഏറെ നാളായി രോഗാതുരനാണ്. അദ്ദേഹത്തിന് സർക്കാരിനെതിരെ നീങ്ങാൻ ആരോഗ്യമില്ല. എന്നാൽ അച്യുതാനന്ദന്റെ പഴയ ടീം മദ്യവിവാദം ഉണ്ടായതോടെ സജീവമായി. ഡിസ്റ്റിലറി ബ്രൂവറി വിവാദത്തിൽ ഇടത് സർക്കാർ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. CPI-യെ തണുപ്പിക്കാനുള്ള എല്ലാ നീക്കങ്ങളും പാളിയതിൽ വിഷമത്തിലാണ് സർക്കാർ. വിവാദത്തിലെ ഗുണഭോക്താക്കളായ വൻകിട കമ്പനികൾ നേതാക്കളെ സ്വാധീനിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും വിജയിച്ചില്ല. കോൺഗ്രസ് ബന്ധമുള്ള ചെന്നൈ സ്വദേശിയായ ഒരു മദ്യവ്യാപാരിക്ക് മുഖ്യമന്ത്രിയിലുള്ള സ്വാധീനം കാരണമാണ് ബ്രൂവറികൾക്ക് അനുമതി നൽകിയെന്ന് 2018 ആരോപണം ഉയർന്നിരുന്നു. CPM-ന്റെ ഉന്നത നേതാവ് ചെന്നൈയിൽ ചെല്ലുമ്പോൾ താമസിക്കുന്നത് മദ്യവ്യാപാരിയുടെ വീട്ടിലാണ്. തന്റെ ഭാര്യയുടെ ചികിത്സാ സംബന്ധമായ കാര്യങ്ങൾ ചെന്നൈയിൽ നടക്കുമ്പോൾ അക്കാര്യങ്ങളെല്ലാം നോക്കിയിരുന്നത് മദ്യവ്യാപാരിയും അദ്ദേഹത്തിന്റെ സ്റ്റാഫുമായിരുന്നു. വലിയ ബന്ധമാണ് നേതാവിന് മദ്യവ്യാപാരിയുമായുള്ളത്. ഡിസ്റ്റിലറി ഇനത്തിൽ ഇതേ നേതാവിന് മദ്യവ്യാപാരി കോടികൾ കോഴ കൊടുത്തിട്ടുണ്ടെന്ന കാര്യം ചെന്നിത്തലയ്ക്കറിയാം. എന്നാൽ അത് എക്സൈസ് മന്ത്രിയുടെ തലയിൽ കെട്ടി ഒതുക്കാനായിരുന്നു അന്നത്തെ ശ്രമം. കേരളത്തിൽ നിന്ന് കേന്ദ്രമന്ത്രിയായ ഒരു ഉന്നതന്റെ അടുത്ത ബന്ധുവാണ് ചേർത്തല സ്വദേശിയായ മദ്യവ്യാപാരി. കോൺഗ്രസ് അധികാരത്തിലിരിക്കുന്ന കാലത്തും അദ്ദേഹം ധാരാളം നേട്ടങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്.
ഇടതുപക്ഷ അധികാരത്തിൽ വരുമ്പോൾ സുപ്രധാന തസ്തികയിലായിരിക്കുന്ന നേതാവാണ് അദ്ദേഹത്തെ സഹായിക്കാറുള്ളത്. നേതാവും മദ്യ കച്ചവടക്കാരനുമായുള്ള ബന്ധം CPM-ൽ കുപ്രസിദ്ധമാണ്. മുഖ്യമന്ത്രിയെ CPM കൈവിട്ടതാണ് അന്ന് കരാർ റദ്ദാക്കാനുള്ള പ്രധാന കാരണം. കാനവും കോടിയേരിയും പിണറായി അന്ന് തീർത്തും കൈവിട്ടു. മുഖ്യമന്ത്രി ഒറ്റയ്ക്കെടുത്ത തീരുമാനത്തിന്റെ ഫലം അദ്ദേഹം തന്നെ അനുഭവിക്കട്ടെ എന്നാണ് കോടിയേരി തീരുമാനിച്ചത്. അതിന് CPM സംസ്ഥാന കമ്മിറ്റിയുടെ പിന്തുണയും ഉണ്ടായിരുന്നു. കോടിയേരി മദ്യവിവാദത്തിൽ അന്ന് ഒരക്ഷരവും പറഞ്ഞില്ല. പട്ടിച്ചത്താലും പ്രസ്താവന ഇറക്കുന്ന CPM സെക്രട്ടേറിയറ്റ് വിവാദത്തിൽ ഒന്നും മിണ്ടിയില്ല. CPM വിവാദത്തെ പ്രതിരോധിക്കുമെന്നാണ് മുഖ്യമന്ത്രി പോലും കരുതിയത്. മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ ഒഴിഞ്ഞു മാറുന്ന സമീപനമാണ് അദ്ദേഹം ഇക്കാര്യത്തിൽ സ്വീകരിച്ചത്. ഇത്തവണ കളി കാര്യമാകും. കാരണം ബിനോയ് വിശ്വം വിചാരിച്ചാൽ മാത്രം തീർക്കാവുന്ന വിഷയമല്ല ഇത്. VS-ന്റെ മുന്നണി പോരാളികൾ സർക്കാരിനെതിരെ ഒന്നടങ്കം രംഗത്തുണ്ട്.